ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഓടി രക്ഷപ്പെടാം. പക്ഷെ അവർക്ക് മാത്രം ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു ടാങ്കർ ദുരന്തം ഉണ്ടായാൽ അവർ മാത്രമാണ് മുന്നിൽ നിന്ന് ആ ജോലി ചെയ്യുന്നത്. ബാക്കി നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒരാൾക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഉദ്യോഗസ്ഥന് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാൾ മുമ്പ് ദുബായിൽ എമിറേറ്റ്സ് ഫ്ലൈറ്റിന് തീപിടിച്ചിരുന്നു. അതായത് കൊച്ചിയിൽ നിന്നും പോയ ഫ്ലൈറ്റാണ്, എല്ലാം മലയാളികളാണ്. പക്ഷെ അതിൽ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, ഒരു അറബി ഉദ്യോഗസ്ഥൻ, അതായത് അവിടെ ജോലി ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു. അതായത് നമ്മൾ മലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ അവിടെ ബലിയാടായത്. മലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ ഫ്ലൈറ്റിലേക്ക് കയറിയത്. അതാണ് ഒരു ജോലിയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെയാണ് ഇന്നലെ കൊല്ലത്ത് നടന്ന ഒരു സംഭവം. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അവിടെ മരിച്ചിരിക്കുകയാണ്. വളരെയധികം ദുഃഖമുണ്ട്. പിന്നെ അതിന് കാരണക്കാരായ ചില ആൾക്കാരെ കൂടി തുറന്നു കാട്ടുകയാണ് ഞാൻ. ഏതായാലും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യുവതിയെ രക്ഷിക്കുന്നതിനിടെയാണ് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ 3 പേർ മരിച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഈ കിണറിന്റെ കൈവരി ഇടിഞ്ഞായിരുന്നു അപകടമുണ്ടായത്. കണ്ണൻ നായരാണ് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, ദാരുണമായൊരു സംഭവമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടും അവിടെ നിന്നും അറിയുന്നത് എന്താണ്? മൃതദേഹങ്ങൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണോ? ഈ ഫയർഫോഴ്സ് അംഗങ്ങൾ ഞാൻ പറയുന്നത്, നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഒരു തീരാ ശാപം പോലെയാണ് ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒരു വർഗം. ആൺ സുഹൃത്തുക്കളെ നമുക്കൊരിക്കലും നല്ലവരായിട്ട് കാണാൻ കഴിയില്ല. 33 വയസ്സുള്ള സ്ത്രീ, 3 മക്കളുടെ അമ്മ, അതുമാത്രമല്ല ഭർത്താവ് ഉപേക്ഷിച്ചു പോയത് എന്തിനാണോ, ഇനി ഈ ബന്ധം കൊണ്ടാണോ, ഇനി ഇവർ ഇതുപോലെ ബന്ധത്തിൽ പെട്ടതുകൊണ്ടാണോ എന്നറിയില്ല. ഭർത്താവ് ഏതായാലും ഉപേക്ഷിച്ചു പോയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 1-2 മാസമായിട്ട് ഈ ഒരു പയ്യൻ, 23 വയസ്സുകാരൻ, തൃശ്ശൂരുള്ളൊരു പയ്യനാണ്, നേരെ വന്നിട്ട് കൊല്ലത്ത് ഇവരുടെ വീട്ടിൽ താമസിക്കുന്നത്. ആ പയ്യനാണെങ്കിൽ മദ്യത്തിന് അടിമയാണ്. അവൻ അടിമയാണ്, എല്ലാവരും പറയുന്നതാണ്. 2 മാസം മുമ്പ് പലർക്കും അറിയാം ഇയാൾ മദ്യത്തിന് അടിമയാണെന്ന്. എന്നാൽ അവിടെയുള്ള ആൾക്കാർ ഒരു വാണിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരാൾ പോലും ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലെയുള്ള ഫാമിലിയിലൊക്കെ ഇടപെടാൻ ആൾക്കാർ മടിക്കും. കാരണം എന്തിനാണ് വെറുതെ ഒരു നാറ്റ കേസ് എന്ന് കരുതിയിട്ട് ഇടപെടാൻ മടിക്കും. പക്ഷേ അവിടെ ഒരു മെമ്പർ ഇല്ലേ, ആ ഒരു മെമ്പർക്ക് ഇടപെടാലോ, ആ ഒരു മെമ്പർക്ക് ഒരു വാണിംഗ് ചെയ്യാലോ. അത് മാത്രമല്ല, ഒരു 3 കൊച്ചുകളില്ലേ. പിന്നെ ഞാൻ പറയുന്നത് ഇവറ്റുകളുടെ, ഈ കൊച്ചുകളുടെ തന്തയെയുമാണ്. അതായത് ഇതുപോലൊരു പോക്കൃത്തരം ആ വീട്ടിൽ നടക്കുമ്പോഴേ ആ തന്തയ്ക്ക് ആ മക്കളെ വിളിച്ചു കൊണ്ടുപോയിക്കൂടായിരുന്നോ? അതുപോലും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവന്റെ ഈ ശല്യം സഹിക്കവയ്യാതെയാണ് ഇന്നലെ വീഡിയോയും കാര്യവും നല്ല രീതിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട്. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അതായത് ഭർത്താവിനെ ചിലപ്പോൾ ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭർത്താവുമായിട്ട്. ഭർത്താവിനെ എങ്ങനെ കളിയും, പിന്നീട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൺ സുഹൃത്തിനെ വിളിച്ചു കയറ്റും. അവന്റെ ആട്ടും തൊപ്പും അടിയും തൊഴിയും ഏറ്റിട്ട് ജീവച്ഛവമായി കിടക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ നമുക്കിടയിലുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അവരങ്ങ് ചാടി അവരെ രക്ഷിക്കാൻ വേണ്ടി ഫയർഫോഴ്സ് ഓടി വന്നിട്ട് അവരെ രക്ഷിക്കാൻ നോക്കുമ്പോഴേ അവിടെയുള്ള ഈ വെള്ളമടിച്ചിരിക്കുന്ന ഈ അവനാണ് ലൈറ്റ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവൻ ലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് ഓടിയെടുത്തു. അവിടെയുള്ള ഫയർഫോഴ്സ് ഓഫീസർക്ക് 2 എണ്ണം കൊടുത്തിട്ട് നിൽക്കണം അവിടെ എന്ന് പറഞ്ഞുകൂടായിരുന്ന. അല്ലാതെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള പൂസന്മാരെയും മറ്റവരെയാണോ കൊണ്ടുവരേണ്ടത്? 2 ദിവസം മുമ്പ് തളിപ്പറമ്പിൽ തീപിടുത്തമുണ്ടായി. അന്ന് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി ചെയ്യേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുത്തു. അവിടെയുള്ള പലർക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഓടിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതെന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിന് അവരുടെ ജോലി ചെയ്യാനുള്ള സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവിടെ തീ അണക്കാൻ കഴിയുള്ളൂ. അത് ഉദ്യോഗസ്ഥർക്കറിയാം. അതുകൊണ്ട് അവർ ആ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോഴേ ചിലപ്പോഴേ ഒരു വിരട്ടലും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതൊരു വലിയൊരു തെറ്റൊന്നുമല്ല. ഇവിടെയും അത് തന്നെയാണ്. മുകളിലിരിക്കുന്ന ഫയർഫോഴ്സുകാർക്ക് അവനെ ഒന്നുകിൽ വിരട്ടി വിടാമായിരുന്നു, ഇല്ലെങ്കിൽ അവൻ ഈ വെള്ളം അടിച്ചിട്ട് അവനെയും കൂടി നമ്മൾ ചിലപ്പോൾ കയറ്റേണ്ടി വരും എന്നുള്ള രീതിയിലാണെങ്കിൽ അവനെ 2 എണ്ണം കൊടുത്തിട്ട് അവിടെ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ നാട്ടുകാരോട് പറയുന്നത് കൈകാര്യം ചെയ്യുന്നു. അവൻ ഡീസന്റ് ഒന്നല്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ഈ വേട്ടാവലിയന്മാരെ കൊണ്ട് ഒരു ഉദ്യോഗസ്ഥന്റെ ജീവനാണ് പോയതെന്ന് ഞാൻ പറയുള്ളൂ. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹപ്രവർത്തകരായ ഒരാൾ കുറച്ചെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഉദ്യോഗസ്ഥന്റെ, അതായത് അയാളുടെ ആ വിവരങ്ങളൊക്കെ കേട്ടപ്പോഴേ അയാൾക്ക് 2 വയസ്സുള്ളൊരു കുഞ്ഞാവുള്ളത്. ആ ജീവിതം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇനി ആ കുഞ്ഞ് ആയുഷ്കാലം മുഴുവൻ തന്നെ അതിൻ്റെ അച്ഛൻ്റെ സ്നേഹം കിട്ടാതെയാണ് വളരേണ്ടത്. ആർക്കോ വേണ്ടിയിട്ട് എങ്ങനെയോ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതായത് ഒരു ഗുണവും സമൂഹത്തിന് ഒരു മാതൃകയും അല്ലാതെ ഇവിടെ ഇപ്പം ചോദിക്കാനും പറയാനൊന്നും പറ്റൂല. നമുക്ക് എല്ലാവർക്കും അറിയാം, ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സദാചാര പോലീസായി, അതുപോലെ തന്നെ പ്രശ്നമായി. ഇപ്പൊ അയൽവാസി തന്നെ പറയുന്നുണ്ട് എന്ന് ഇവിടെ വഴക്ക് തന്നെയാന്ന്.
ഞങ്ങളാരും ശ്രദ്ധിക്കലുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത്? ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ നീ എന്താണ് ഇങ്ങനെ ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവനെ കാണുന്നത് ചിലപ്പോൾ എന്ന് പറഞ്ഞ് ജയിലിലായിരിക്കും. കാരണം ചോദിക്കാനും പറ്റൂല, ഒരു കാര്യവും ചോദിക്കാൻ പറ്റൂല. എവിടെ നോക്കിക്കഴിഞ്ഞാലും ലൈംഗികതയും കാമകളിയും തന്നെയാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. മലയാളികൾ എന്ന് പറയുന്ന പേര് തന്നെ ഇപ്പോൾ ചീത്തപ്പേരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പല അന്യ സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ ഒരു വിലയില്ല. അവിടെ ഇപ്പോൾ 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു നടനെ പിടിച്ചിട്ടുണ്ട്. ആ നടൻ ഒരു ഡ്രൈവറെ വിളിച്ചിട്ട് ഇവൻ വണ്ടി കിട്ടായിട്ട് ഇവൻ തെണ്ടി നിൽക്കുന്ന സമയത്ത് ഈ നടൻ ഡ്രൈവറെ വിളിച്ചിട്ട് ഇവൻ പറയുന്നത് എന്താ അറിയാ, അത് കഴിഞ്ഞതിന് ശേഷം മൊബൈൽ കട്ട് ചെയ്യാണ്ട് പറയാ, ഏതോ ഒരു ദേവറാതിയെ വരുന്നു അങ്ങനെ പറഞ്ഞു. ആ ഒരു പരാമർശം ഡ്രൈവർ കേട്ടു. അയാൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട്. അയാൾ അപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് വന്നു. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇന്നലെ ഇപ്പോൾ കരഞ്ഞു മെഴുകിയിട്ട് മാപ്പ് പറയുന്നുണ്ട്. ഇതാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വല്ല ആവശ്യമുണ്ടോ? ഏതോ ഒരുത്തൻ ഓൻ ഡ്രൈവർ പണിയെടുത്ത് ജീവിക്കുന്നത് അവനെ ഇതേപോലെ ആക്കിയിട്ട് വല്ല ആവശ്യമുണ്ടോ? ഈ നടന് ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആറിനാണ്, വേറെ ആരുമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ള കുറെ തുണിയുടെ കഥ കുറെ ജന്മങ്ങളെ കൊണ്ടും പിന്നെ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യത്തിൽ എത്ര എണ്ണമാണ് രാത്രി വണ്ടി കയറിയിട്ട് ആക്സിഡന്റിൽ മരിക്കുന്നത്. ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് കണ്ടില്ലെങ്കിൽ ഈ 2 മണിക്കും 3 മണിക്കും എന്നാ ഈ സുഹൃത്തിന്റെ കൂടെ പോയിട്ട് എന്ത് തേങ്ങ കിട്ടാനാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. 2 മണിക്കും 3 മണിക്കാണ് ആക്സിഡന്റ് നടക്കുന്നത്. അതിന്റെ പുറകിലൊക്കെ എന്ന് പറഞ്ഞാൽ സുഹൃത്തും പെൺസുഹൃത്തും ആയിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ട്രെൻഡ് തന്നെയാണ് ഇപ്പൊ ആ ഒരു സ്ത്രീ 33 വയസ്സുള്ള ആ സ്ത്രീക്ക് മര്യാദയ്ക്ക് കൂലിപ്പണി എടുത്തിട്ടായാലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു ജോലി മേടിച്ചിട്ടോ മര്യാദയ്ക്ക് ആ മക്കളെ പോയിട്ടിരുന്നെങ്കിൽ എത്ര അന്തസ്സുണ്ടാവുമായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇവർക്ക് കഴിയുന്ന ഒരാളെ കല്യാണം കഴിക്കുക. അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നവൻ അവന്റെ കാമം കൊണ്ട് വരുന്നതാണ്. അവന് വേണ്ടതെന്ന് പറഞ്ഞാൽ ശരീരം മാത്രമാണ്, അല്ലാതെ അവനൊരു തേങ്ങാക്കൊലയും വേണ്ട. അപ്പൊ മക്കളെ നോക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നോക്കാനോ ഒന്നുമല്ല. അവൻ ഇതിനു വേണ്ടിയിട്ട് മാത്രം വരുന്നത് അവന്റെ സുഖിച്ച് കിടന്നുറങ്ങാനും ആ 2 അടിച്ചു വന്നു കഴിഞ്ഞാൽ അവന്റെ ആ ശരീരത്തിന്റെ ആ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ടും ഒരു സ്ത്രീ വേണം. അതിനു വേണ്ടിയിട്ട് പുറത്താകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പൈസ കൊടുക്കണം. ഡെയിലി ചിലപ്പോൾ 1000 ഉറുപ്പ്യെല്ലാം പോകും. ഇതാകുമ്പോഴെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ 500 ഉറുപ്പ്യൻ്റെ ഒരു പിന്നെ കുപ്പിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും എന്നാലും നമുക്ക് ഇഷ്ടംപോലെ ഇതാകും ചെയ്യാം. പുറത്താണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിന് സമയം ഉണ്ടാവും, അപ്പോഴേക്കും എഴുന്നേപ്പിച്ച് വിടും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുറെ കാമഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവറ്റകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാം. ഇന്നലെ ഇപ്പോഴെന്താണ് സംഭവിച്ചത്? ആ സ്ത്രീക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇറങ്ങുമ്പോഴും ജീവൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവൻ അടിച്ചോടിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു തണലാകുമായിരുന്നു. പക്ഷെ അതുപോലും ആ കുഞ്ഞുങ്ങളെ പോലും ആലോചിക്കാതെ ഈ 23-കാരനായ ഈ നാറിയെ അടിച്ചോടിക്കുന്നതിന് പകരം അവര് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ കിണറ്റിലേക്ക് എടുത്തിയാടിയതുകൊണ്ട് ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ജീവിതമാണ് പോയതെന്ന് ഞാൻ പറയുള്ളൂ. അതാണ് ആ പാവപ്പെട്ട ഉദ്യോഗസ്ഥനോട് മാത്രമേ നമുക്കൊരു കൂറുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സദാചാരം കളിക്കലൊന്നുമല്ല. അതായത് ഒരു വസ്തു നമുക്ക് ചോദിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല. ഇത് തോന്നിയതുപോലെ അങ്ങ് നടക്കുക. തോന്നിയതുപോലെയുള്ള ജീവിതമാണ്. അതാണ് പറയുന്നത്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങളൊരു പാർക്ക് പോകാൻ കഴിയില്ല, റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ കഴിയില്ല, ബസ്സിൽ കയറാൻ കഴിയില്ല. KSRTC ബസ്സിൽ ഇപ്പോൾ ഒരു പട്ട പകല് ബാക്കിലത്തെ സീറ്റിൽ ഇരുന്നിട്ട് കാണുന്ന കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവുകയാണെന്ന്. അതായത് ഷട്ടറൊക്കെ അടച്ചിട്ടുള്ള പരിപാടിയാണ്. ബാക്കിലാവുമ്പോൾ ആരും നോക്കൂലല്ലോ. അതാണ് നോക്കൂല. നോക്കി കഴിഞ്ഞാൽ പെട്ടുപോകും. അതാ നോക്കി കഴിഞ്ഞാൽ എന്നാടാ നോക്കുന്നേ, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് എന്നെ നോക്കിയെന്ന് പറഞ്ഞിട്ട്. നന്ദി, നമസ്കാരം.